തിരുവനന്തപുരം കഠിനംകുളത്ത് ആതിര എന്ന യുവതിയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി ജോൺസൺ ഔസേപ്പ് പോലീസ് പിടിയിൽ. കോട്ടയം ചിങ്ങവനത്ത് നിന്നാണ് ഇയാൾ പോലീസ് പിടിയിലായത്. ഇയാൾ ജീവനെടുക്കാൻ ശ്രമിച്ചിരുന്നുവെന്നാണ് വിവരം. വിഷം കഴിച്ചെന്ന സംശയത്തെ തുടർന്ന് ഇയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നിലവിൽ അന്വേഷണ സംഘം കോട്ടയത്തേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. ഇൻസ്റ്റഗ്രാമിലൂടെയാണ് ഇരുവരും പരസ്പരം അടുത്തത്. ആതിര റീൽസുകൾ ചെയ്ത് സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്നത് പതിവായിരുന്നു. ഈ റീൽസുകൾക്ക് താഴെ വന്ന കമന്റുകളിലൂടെയും അഭിനന്ദനങ്ങളിലൂടെയുമാണ് ആതിര വിവാഹമോചിതനായ യുവാവുമായി അടുപ്പത്തിലാകുന്നത്. പിന്നീട് ഈ അടുപ്പം പ്രണയമായി. ആതിരയെ കാണാൻ ഇയാൾ വീട്ടിലും എത്തി തുടങ്ങിയിരുന്നു. ജോൺസൺ ഔസേപ്പ് പെരുമാതുറയിൽ ഒരാഴ്ചയോളം വീട് വാടകയ്ക്കെടുത്ത് താമസിച്ചിരുന്നു. ആതിരയുടെ നാട്ടിലെത്തി പ്രതി വിവരങ്ങൾ അന്വേഷിച്ചതായും സൂചന ലഭിച്ചിരുന്നു. കൃത്യം നിർവഹിച്ച ശേഷം പ്രതി രക്ഷപ്പെടാൻ ഉപയോഗിച്ച സ്കൂട്ടറും കണ്ടെത്തിയിരുന്നു. കൊല നടത്തിയ ശേഷം കൊല്ലപ്പെട്ട ആതിരയുടെ സ്കൂട്ടറുമായിട്ടാണ് ഇയാൾ രക്ഷപ്പെട്ടത്. ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷനിലാണ് സ്കൂട്ടർ കണ്ടെത്തിയത്. ജനുവരി 21 രാവിലെ 11:30 ആതിരയെ കുത്തേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ക്ഷേത്രത്തിലെ പൂജാരിയായ ആതിരയുടെ ഭർത്താവ് ക്ഷേത്രത്തിൽ നിന്ന് തിരിച്ചെത്തിയപ്പോഴാണ് മൃതദേഹം കണ്ടത്. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൻ സ്കൂളിലേക്ക് പോയ ശേഷമാണ് ആതിര കൊല്ലപ്പെട്ടതെന്നാണ് പോലീസിന്റെ നിഗമനം. മതിൽ ചാടിയാണ് ജോൺസൺ വീടിനകത്തേക്ക് കയറിയതെന്നും പോലീസ് പറയുന്നു. അതേസമയം ജോൺസണിൽ നിന്നുള്ള ഭീഷണിയെക്കുറിച്ച് ഭർത്താവിനോട് ആതിര 7 മാസം മുമ്പ് വെളിപ്പെടുത്തിയെന്നും വിവരമുണ്ട്. എന്നിട്ടും ഈ ശല്യക്കാരനെ കണ്ടെത്താൻ ഭർത്താവ് ഒന്നും ചെയ്തില്ല. ഈ സുഹൃത്തിനെക്കുറിച്ച് 7 മാസം മുമ്പ് ആതിര പറഞ്ഞിരുന്നതായും ഭർത്താവ് പറയുന്നുണ്ട്. എന്നിട്ടും ഭർത്താവ് ആ സുഹൃത്തിനെക്കുറിച്ചോ ബന്ധത്തെക്കുറിച്ചോ കൂടുതൽ അന്വേഷിച്ചിട്ടില്ല. ഈ സുഹൃത്തിന്റെ പേരോ അഡ്രസ്സോ ഒന്നും തന്നെ രാജേഷ് അന്വേഷിച്ചിട്ടില്ല എന്നതാണ് വസ്തുത. ഭാര്യയുടെ അവിഹിതത്തിന് പിന്നാലെ പോകാനുള്ള മടിയാകും ഇതിന് കാരണം.